പ്രതിസന്ധിയിലായി നിൽക്കുന്നത് ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന വിവരമാണ്. ഹെലികോപ്റ്ററുകൾക്ക് മുണ്ടക്കയിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ചാലിയാർ പുഴയിലൂടെ മാത്രം 7 മൃതദേഹങ്ങൾ ഒഴുകിയെത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പ്രേക്ഷകർക്കറിയാം. ഇപ്പോഴും പ്രദേശത്ത് ഒറ്റപ്പെട്ട മഴയുണ്ട്. ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുന്നു. ചാലിയാർ പുഴ നിറഞ്ഞൊഴുകുകയാണ്. തകർന്നടിഞ്ഞിരിക്കുകയാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം. ചൂരൽമല ഗ്രാമവും വെള്ളാർമലയും പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ. വീണ്ടും മറ്റൊരു മൃതദേഹം കൂടി കൊണ്ടുപോകുന്ന കാഴ്ച മേപ്പാടി ആശുപത്രിയിലെ കാഴ്ചയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 20 മൃതദേഹങ്ങൾ ഇതിനകം തന്നെ മേപ്പാടിയിൽ എത്തിച്ചു. മരണസംഖ്യ 41 ഉയരുന്നു എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച. നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, മേപ്പാടിയിൽ മാത്രം 20 മൃതദേഹങ്ങൾ എന്നാണോ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നവർ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ജീവനുള്ള ശരീരം പരുതുന്നവർക്ക് കിട്ടുന്നത് പലപ്പോഴും ചേതനയേറ്റ ശരീരങ്ങളാണ്. മണിക്കൂറുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നവരെയും കാത്തുനിന്ന മനുഷ്യർ. പക്ഷേ വെല്ലുവിളികൾ അതിജീവിച്ച് രക്ഷാപ്രവർത്തകർ എത്തുമ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു വരുന്ന കാഴ്ച, രക്ഷാപ്രവർത്തകർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച, ഇതൊക്കെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. എന്താണ് നമുക്ക് മേപ്പാടി ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്? വി എസ് രഞ്ജിത്ത്. പിന്നെ വിംസ് ആശുപത്രിയിലേക്ക് മറ്റ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എത്തിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ കിടത്താൻ പോലുള്ള സ്ഥലമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ മൃതദേഹങ്ങൾ കുടിപ്പിച്ച് അത് മറ്റൊരു ഭാഗത്തേക്ക് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ പോലും ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടുത്തെ രക്ഷാപ്രവർത്തകരും അറിയാൻ സാധിക്കുന്നത്. നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഇവിടെ ഈ ഒരു മൃതദേഹങ്ങൾ മാറ്റുന്ന പ്രവർത്തനത്തിലൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഭാഗത്ത് മൃതദേഹങ്ങൾ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കിടത്താനുള്ള ശ്രമം നടക്കുന്നു. ഇവിടെ ഒരു ടാർപ്പായ വലിച്ചു കെട്ടി അവിടെ കിടത്താനുള്ള ശ്രമമുണ്ട്. കാരണം ഈ ഭാഗത്ത് കുട്ടികൾ ഈ മൃതദേഹങ്ങൾ കിടത്താനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മൃതദേഹങ്ങൾ മാറ്റുന്ന പ്രവർത്തനത്തിലൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മൃതദേഹങ്ങൾ കുളിപ്പിച്ച് അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കിടത്താനുള്ള ശ്രമം നടക്കുന്നു. ഇവിടെ ഒരു ടാർപ്പായ വലിച്ചു കെട്ടി അവിടെ കിടത്താനുള്ള ശ്രമമുണ്ട്. കാരണം ഈ ഭാഗത്ത് കുട്ടികൾ ഈ മൃതദേഹങ്ങൾ കിടത്താനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ പരിക്കേറ്റ ആളുകളും ചിലരൊക്കെ ഇവിടേക്ക് ചികിത്സ എത്തുന്നുണ്ട്. ചെറിയ തോതിൽ പരിക്കേറ്റവർ മാത്രമാണ് ഈ ഒരു പഞ്ചായത്ത് ഹെൽത്ത് സെന്റർ ആയതുകൊണ്ട് ഇവിടേക്ക് ചികിത്സയ്ക്ക് എത്തുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ വിംസ് ആശുപത്രിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിംസ് ആശുപത്രിയിൽ ചില മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 21 മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ആംബുലൻസുകളും മറ്റും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ആംബുലൻസുകളിൽ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരും ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് ഈ പറയുന്ന ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് വിംസ് ആശുപത്രിയുണ്ട്. ഈ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ അതീവ ദുഃഖകരമാണ്. കാരണം ഇവിടേക്ക് കൊണ്ടുവരുന്ന മുഴുവൻ ചേതനയേറ്റ ശരീരങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൊണ്ടുവരുന്ന സ്ട്രെച്ചറും മറ്റും വൃത്തിയാക്കി കൂടുതൽ ആളുകൾക്ക് ഇവിടെ കിടത്താനുള്ള സൗകര്യം ഒരുക്കുന്നു. മറ്റ് തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് ബെഞ്ചുകൾ കൊണ്ടുവന്ന് നിരത്തുന്നുണ്ട്. അതും മൃതദേഹങ്ങൾ കിടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഒരു ഭാഗത്ത് വിംസ് ആശുപത്രിയിലേക്കും മറ്റൊരു ഭാഗത്ത് പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിലേക്കുമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിൽ മൃതദേഹങ്ങൾ കിടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. മറുഭാഗത്ത് മൃതദേഹങ്ങൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോൾ ഈ പറയുന്ന ടാർപ്പായ വിരിച്ചിട്ടുള്ള ഈ ഭാഗത്തായിരിക്കും മൃതദേഹങ്ങൾ കിടത്തുക. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ കൊണ്ടുവരും. ഇവരുടെ ബന്ധുക്കൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഇവിടെയുണ്ട്. രക്ഷാപ്രവർത്തകരാണ് കൂടുതലും. ഈ രക്ഷാപ്രവർത്തകർ മുഴുവൻ ഇപ്പോൾ വ്യാപൃതമായിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്നതിലും ഇവയെ മാറ്റിക്കിടത്തുന്നതിലുമാണ്. ചിലരെങ്കിലും ഇവിടെ ചികിത്സയ്ക്ക് എത്തിയവരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചികിത്സയ്ക്ക് എത്തിയ ആളുകൾ ഒരു ഭാഗത്ത് ചികിത്സ തേടുന്നു. കൂടുതൽ ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് അറിയേണ്ടത്. തൊട്ടടുത്ത പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിൽ നിന്നുള്ള ഡോക്ടർമാരെയൊക്കെ ഇങ്ങോട്ട് എത്തിച്ച് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ പഞ്ചായത്ത് ഹെൽത്ത് സെന്റർ മാത്രമായതുകൊണ്ട് ഇവിടെ കൂടുതൽ സൗകര്യങ്ങളില്ല. ഇപ്പോൾ മൃതദേഹങ്ങൾ മാത്രമായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് വി എസ് രഞ്ജിത്ത്. 41 മരണമാണ് ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്.